അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്നതാണ് തദ്ദേശപ്പോരിനിടെ നാട്ടുകാരുടെ ആശയക്കുഴപ്പം. ഇന്നലെ വരെ ഇടത്തു നിന്നവർ ഇന്ന് വലത്തായി, ചിലർ മധ്യമാർഗികളായി. അങ്ങനെ ഇന്ന് നടന്ന ശ്രദ്ധേയമായ കൂറുമാറ്റങ്ങളിലേക്കാണ് ഇന്നത്തെ കുമ്പിടിമാർ. തെരഞ്ഞെടുപ്പ് കാലമല്ലേ, ഒരൊറ്റ ദിവസം കൊണ്ട് ആദർശവും പാർട്ടിയും ഒക്കെ മാറാൻ കഴിയുമെന്ന് തെളിയിക്കാൻ ഇതിലും പറ്റിയ സമയം വേറെയില്ലല്ലോ. ഇന്നും സംസ്ഥാനത്ത് മറുകണ്ഠം ചാടിയത് നിരവധി പേരാണ്. മൂന്ന് മുന്നണികളും തമ്മിൽ അതിതീവ്ര പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് CPIM പാളയത്തിൽ നിന്നാണ് ആദ്യ ചാട്ടം. ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് K. ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതായി പ്രഖ്യാപിച്ച് പ്രചാരണത്തിനും ഇറങ്ങി. CPIM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ശ്രീകണ്ഠൻ. തന്റെ സ്ഥാനാർത്ഥിത്വം അട്ടിമറിച്ചതിന് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രന്റെ വ്യക്തി താല്പര്യമാണെന്നാണ് ശ്രീകണ്ഠന്റെ പ്രതികരണം. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളിന് മാത്രമുള്ള ഒരു വ്യക്തി താല്പര്യം. അതിന് അദ്ദേഹം പറഞ്ഞ് എനിക്ക് പാർലമെന്ററി വ്യാമോഹം എന്നാണ് പറഞ്ഞത്. ഞാൻ പാർലമെന്ററി വ്യാമോഹത്തിന് ഇതുവരെ ഒരു സ്ഥാനത്തേക്കും പോയിട്ടില്ല, ഒരു സ്ഥാനത്തേക്കും മത്സരിക്കാൻ പോയിട്ടില്ല. കോഴിക്കോട് തിരുവമ്പാടിയിൽ ഒരാളല്ല, ഒരു കൂട്ടം ആളുകളങ്ങ് അപ്പുറത്തേക്ക് ചാടി. മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വിയോജിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കൂട്ടായ്മ എന്ന പേരിൽ LDFുമായി സഹകരിച്ച് മത്സരിക്കാനാണ് ഇവരുടെ തീരുമാനം. ലീഗിന്റെ ഔദ്യോഗിക കൊടിയിൽ ചില മാറ്റങ്ങൾ വരുത്തി സ്വന്തമായി കൊടിയും വിമതന്മാർ പുറത്തിറക്കി. തിരുവമ്പാടി ടൗൺ, അമ്പലപ്പാറ വാർഡുകളിലും കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ തിരുവമ്പാടി ഡിവിഷനിലുമാണ് ലീഗ് വിമതന്മാർ LDFിനൊപ്പം ചേർന്ന് മത്സരിക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിലും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയോട് വിരോധമില്ലെന്നാണ് വിമതന്മാർ പറയുന്നത്. നിയോജക മണ്ഡലം കമ്മിറ്റി ശരിയല്ലാത്തതാണ് LDFിനൊപ്പം ചേരാൻ ഇവരെ പ്രേരിപ്പിച്ചത്. ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം ഉള്ളിടത്ത് വന്നുകൊണ്ട് അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട നേതാക്കന്മാരെ കണ്ടുകൊണ്ട് എന്താണ് തിരുവമ്പാടിയിലെ പ്രശ്നമെന്ന് പഠിക്കേണ്ട ഉത്തരവാദിത്തം ആ അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഖേദകരമെന്ന് പറയട്ടെ, അതുണ്ടായില്ല. മലപ്പുറം കോട്ടക്കൽ നഗരസഭയിലെ ലീഗ് വിമതനെ മെരുക്കാൻ കണ്ടെത്തിയ പരിഹാരം വിചിത്രമാണ്. കോൺഗ്രസിന് നൽകിയ ഗാന്ധിനഗർ വാർഡിൽ ലീഗ് വിമതനായി മങ്ങാടൻ അബ്ദു പ്രചാരണം ആരംഭിച്ചു. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിമതനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കാമെന്നായി കോൺഗ്രസ്. കൈപ്പത്തിയെങ്കിൽ കൈപ്പത്തി, വിജയിച്ചാൽ എല്ലാവരും UDF അല്ലേ എന്ന് ചിന്തിച്ചു കാണും. PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ അടക്കം മുതിർന്ന UDF നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് കോട്ടക്കലിലെ തർക്കം പരിഹരിച്ചത്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സീറ്റും സംസ്ഥാനവും ഉറപ്പിക്കാൻ ഇനി എത്ര കുമ്പിടിമാർ വരും ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.